കല്യാണം കഴിഞ്ഞ ഉടനെ ഞാനൊക്കെ കേട്ടിട്ടുള്ളതാണ്, കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ 6 മാസമാണ് കേട്ടോ കുട്ടി ഉണ്ടാവാനായിട്ട് ഏറ്റവും ചാൻസ്. ഇപ്പം നീട്ടി വെച്ചാൽ പിന്നെ കുട്ടി ഉണ്ടാവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഇപ്പം തന്നെ നോക്കിക്കോ എന്ന് ഉള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? അങ്ങനെ ഒരു 6 മാസത്തെ പീരീഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏജ്, അങ്ങനെ ഒരു ടൈം അങ്ങനെയൊക്കെ ഉണ്ടോ ഡോക്ടർ? ഇതിനകത്ത് 2 ഫാക്ടേഴ്സ് ഉണ്ട്. വൺ ഈസ് ടൈം ടു പ്രഗ്നൻസി. ദാറ്റ് മീൻസ് നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഞങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ എത്ര നാളെടുക്കും പ്രഗ്നൻ്റ് ആകാൻ. സെക്കൻഡ് ഈസ് മൈ പ്രഗ്നൻസി ഗോയിങ് ടു ബി കോംപ്ലിക്കേഷൻ ഫ്രീ, വലിയ പ്രശ്നമില്ലാതെ പ്രഗ്നൻസിയും പ്രസവം നടക്കുമെന്ന്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേരിയബിൾ ഏജ് തന്നെയാണ്. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കലി ഇഫ് യു ലുക്ക് അറ്റ് നമ്പേഴ്സ്, 27 ഇയേഴ്സിന് മുമ്പ് യു ഷുഡ് ഹാവ് യുവർ ഫസ്റ്റ് ചൈൽഡ്, ആൻഡ് ബിഫോർ 35 you should try to complete your family. Family might be 2 kids, 3 kids, that's up to you, but this is the ideal time. So when you are younger, pregnancy പെട്ടെന്നാവും, complications will be less. When you get older, both these things will increase. So അത് ട്രേഡ് ഓഫ് ആണ്. നമ്മളെപ്പോഴും പലപ്പോഴും നോക്കാറുണ്ട് പ്രഗ്നൻസി ഞങ്ങൾ എന്താ ഡിലേ, വി വോണ്ട് ടു നോ ഈച്ച് അതർ എന്നൊരു കൺസെപ്റ്റ് ഒത്തിരി വരാറുണ്ട്. പക്ഷേ ദ ഫാക്ട് ഇസ് മോസ്റ്റ് പീപ്പിൾ നോ ഈച്ച് അതർ ഫോർ മെനി ഇയേഴ്സ് നൗ. എത്ര പേരാണ് ഇപ്പം പ്യോർലി അറേഞ്ച് മാരേജിലേക്ക് പോകുന്നത്? അറേഞ്ച് മാരേജ് പോയാലും അറ്റ്ലീസ്റ്റ് ഒരു വർഷം ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞിട്ടായിരിക്കും കല്യാണം കഴിക്കുന്നത്. സോ ദേ പ്രോബ്ലി നോ ഈച്ച് അതർ. പക്ഷേ ഒത്തിരി പേർക്ക് ഇഷ്യൂസ് കാരിയറും അതൊക്കെ വരുന്നത്. പക്ഷേ വി നീഡ് ടു ബാലൻസ് ഔട്ട് ഈച്ച് ഓഫ് ദീസ് തിങ്സ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. എല്ലാവരും പറയുന്നുണ്ട് ഇപ്പം ഇത്രയും, ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ 27-ന് മുന്നേ ഫസ്റ്റ് ബേബി ആവാൻ നോക്കുക, 35-ന് മുന്നേ ഫാമിലി കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പക്ഷേ ആ ഏർലിയസ്റ്റ് പോസിബിൾ അമ്മയാവാനുള്ളൊരു ഏജ് ശരിക്കും എന്താ, എല്ലാവരും ലേറ്റ് ആക്കരുതെന്ന് പറയും. പക്ഷേ എത്ര നേരത്തെയാണ് ഒരു സ്ത്രീ ശരിക്കും ശരീരം കൊണ്ട് സജ്ജയാവുന്നത് ഒരു അമ്മയാവാനായിട്ട്? നമ്മുടെ ലീഗൽ റിലേഷൻ ഓഫ് മാരേജ് സ്ത്രീകളെ സംബന്ധിച്ചോളം 18 വയസ്സാണ്. പക്ഷേ ഐഡിയൽ എനി ടൈം ആഫ്റ്റർ 21 ഈസ് ഗുഡ്. അപ്പോൾ ഒരു 21 വെച്ച് പിടിക്കുമായിരിക്കും നല്ലത്. വോട്ട് ചെയ്യാൻ പ്രായമായി, കല്യാണം കഴിക്കാൻ പ്രായമായി, പ്രഗ്നൻ്റ് ആവാനും പ്രായമായി. 18 വയസ്സിൽ നമ്മൾ പ്ലാൻ ചെയ്ത് മനസ്സിലാക്കി തുടങ്ങിയാൽ ഒരു 21 വയസ്സൊക്കെ സേഫ് ആണല്ലേ? ചോദിക്കണമല്ലോ, വർഷങ്ങളുടെ പരിചയമാണല്ലോ ഇപ്പം എല്ലാവരും ഉള്ളത്. ഈ കാലത്തെല്ലാവരും നീട്ടിവെച്ചാൽ അത് നീണ്ടു പോകുന്നുള്ള പേടി കൊണ്ടായിരിക്കും ഫാമിലി അങ്ങനെ പറയുന്നത്. ഇത്രയും എഗ്ഗ് കൊണ്ടാണല്ലോ നമ്മൾ ജനിക്കുന്നത്. അത് ഓവർ ദ ടൈം പോകുമ്പോൾ എഗ്ഗിന്റെ നമ്പർ കുറഞ്ഞു വരും, നമ്മൾ കൺസീവ് ചെയ്യാനുള്ള ചാൻസസ് കുറയും, ഈ നമ്പർ ഓഫ് എഗ്ഗും കുറയും, ഈ ക്വാളിറ്റിയും കുറയും. അതുകൊണ്ട് തന്നെ ഒരു 25 or 27 ഏജുള്ള ഒരാൾ കൺസീവ് ചെയ്യുന്നതും ഒരു 35-36 വയസ്സുള്ള ഒരാൾ കൺസീവ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ ഒരു നേരത്തെ കൺസീവ് ചെയ്യുന്നത് അത്രയും എളുപ്പം എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പറയുന്നത് തെറ്റല്ല. പെട്ടെന്ന് കൺസീവ് ചെയ്താൽ വളരെ നല്ലത്. ഓൾവേസ് എപ്പോഴും നാച്ചുറലായിട്ട് കൺസീവ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ വളരെയധികം ബെനിഫിറ്റുകളുണ്ട്. ലേറ്റായി പ്രഗ്നൻസീസിൻ്റെ പ്രശ്നങ്ങളും നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട്, എല്ലാവരും കരിയർ ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ. സോ അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് സൂൺ ഒരു പ്ലാനിങ് നല്ലതാണ്. ഇപ്പം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാന്ന് പറയുന്നത് ആ സമയത്ത് പ്രഗ്നൻ്റ് ആവുന്നതിൻ്റെ അല്ല, നമ്മൾ ഓവർ ദ ടൈം ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് കയറി യു ഷുഡ് ബി കുറേ നമ്മൾ ടെസ്റ്റുകൾ ഒബ്വിയസ്ലി, ബട്ട് യുവർ ലൈഫ് സ്റ്റൈൽ തന്നെ ആദ്യം കറക്റ്റ് ചെയ്യണം. പ്രഗ്നൻ്റ് ആയിട്ട് ഞാൻ ഡയറ്റ് കറക്റ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതിലും അതിന് മുന്നേ അത് ചെയ്യാൻ തന്നെ കൺസീവ് ചെയ്യാനുള്ള ചാൻസസ് തന്നെ കൂടും. സോ അതുകൊണ്ട് ഡിലേ ചെയ്യുന്നതിൽ ബെനിഫിറ്റ് ഇല്ല, നേരത്തെ ഡെഫിനറ്റ്ലി ഇറ്റ് ഹസ് ഗോട്ട് എ ലോട്ട് ഓഫ് അഡ്വാൻറ്റേജ്. പിന്നെ എപ്പോഴും പറയും ഫസ്റ്റ് സ്കാനും കഴിഞ്ഞാലും ചെന്ന് പറയരുത്, കുറച്ചുകൂടെ കഴിയട്ടെ, കൊച്ചവിടെ ഉണ്ടെന്ന് ഉറച്ചിട്ട് മതി നമ്മൾ പറയുന്നത്. ഒരു 3 മാസം കഴിയാണ്ട് ബാക്കിയുള്ളവർ അറിയിക്കേണ്ട കാര്യമില്ല പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു 12 വീക്സ് വരെ ഏതൊരു ഹെൽത്തി പ്രഗ്നൻസിക്ക് വേണമെങ്കിലും ഒരു ഡിസ്കണ്ടിന്യൂവേഷൻ, ഒരു മിസ്കാരേജ് പോലെ വരാൻ ചാൻസുകൾ ഹൈ ആണ്. ഒരു 12 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം കുട്ടി ഒരു മോർഫോളജിക്കലി അതൊരു ഏകദേശം നോർമൽ പ്രഗ്നൻസി എന്നുള്ളൊരു സ്റ്റേറ്റിലെത്തും. അതിന് മുന്നേ ഒരു സ്റ്റേറ്റിലാണ് വേർ എനി ടൈം ഫോർ നോ പെർട്ടിക്കുലർ റീസൺ ചിലപ്പോൾ ഒരു മിസ്കാരേജ് ഉണ്ടാകാം. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു സേഫ് പീരീഡ് കഴിഞ്ഞിട്ട് പറയുന്നത് കൊണ്ട് ബെറ്റർ ആണെന്ന് പറയുന്നത്. സോ ഒരു മോർ ദൻ വയബിലിറ്റി, കുട്ടി ഏകദേശം ഒരു സ്ട്രക്ചറലി നോർമലാണ്, ഒരു ഹെൽത്തി പ്രഗ്നൻസി ആവാൻ ചാൻസ് കൂടുതലാണ് ഒരു 12 ആഴ്ച കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഒരു ആദ്യത്തെ 3 മാസം എന്നൊരു റഫ് കണക്ക് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം മക്കളിപ്പം ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരുപോലെ, പക്ഷേ പലരും എനിക്ക് പെൺകുട്ടിയാണ് ഇഷ്ടം, ആൺകുട്ടിയാണ് ഇഷ്ടം. ഇപ്പോൾ ഈ XY ക്രോമസോം ഇതൊക്കെ വെച്ചിട്ട് പീരിയഡ്സ് കഴിഞ്ഞിട്ട് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ഇഫ് യു ഹാവ് എ ഫിസിക്കൽ റിലേഷൻഷിപ്പ്, യു ട്രൈ ടു ഹാവ് എ ബേബി, യു വിൽ ഹാവ് ഒരു ആൺകുട്ടി. ഇന്ന ദിവസങ്ങളിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പെൺകുട്ടി. അതിൽ ശരിക്കും എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആക്ച്വലി നമുക്ക് ലീഗൽ ആസ്പെക്ട് ഒന്ന്, ലോട്ട് ഓഫ് പീപ്പിൾ ആസ്ക് യു ഏത് കുട്ടിയെ ഡോക്ടർ എന്ന് പറയാം. അപ്പോൾ നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ ലോ ഇസ് ദാറ്റ് യു കനോട്ട് ടെൽ ദ ജെൻഡർ ഓഫ് ദ ചൈൽഡ് ഈവൻ ഇഫ് യു നോ ഇറ്റ്. ആസ് ഡോക്ടേഴ്സ് വി ഡോണ്ട് ഈവൻ ട്രൈ ടു ചെക്ക് അബൌട്ട് ഇറ്റ്. നമുക്ക് വി ആർ നീസ് ബോതർഡ് അബൌട്ട് ഇറ്റ്. പക്ഷേ ഈവൻ ഇഫ് യു നോ വി കനോട്ട് ടെൽ. സെക്കൻഡ് ഇസ്, ക്യാൻ യു ഡു സംതിങ് ടു ഹാവ് എ ചൈൽഡ് ഓഫ് എ സ്പെസിഫിക് ജെൻഡർ? ആബ്സൊല്യൂട്ട്ലി നത്തിങ്. ദാറ്റ് മീൻസ് നമ്മൾ സ്റ്റാർട്ടിങ് ഫ്രം ഡേ ഓഫ് ഇൻ്റർകോഴ്സ്, പൊസിഷൻ ഓഫ് ഇൻ്റർകോഴ്സ്, ടെസ്റ്റ്, പിന്നെ പല കാര്യങ്ങളൊക്കെ, കൊച്ചിന് ഹാർട്ട് ബീറ്റ് ഇത്രയായിരിക്കുമെങ്കിൽ ബേബിയാണ്, ബോയ് ആണ്, ഇത് ഗേൾ ആണ്, അങ്ങനെ ഒത്തിരി കഥകളുണ്ട്. റീജിയണലി ഓരോ സ്ഥലങ്ങളിലും ഓരോ കഥകളൊക്കെ ഉണ്ട്. പക്ഷേ ദർ ഈസ് ആബ്സൊല്യൂട്ട്ലി നോ വേ ഓഫ് യു ഫൈൻഡിങ് ഔട്ട് വെദർ ദ ചൈൽഡ് ഈസ് എ ബോയ് ഓർ എ ഗേൾ, nor can you do something to make the child a boy or a girl.
അല്ല, അങ്ങനെ ആൺകുട്ടി പെൺകുട്ടി ഉണ്ടായി എനിക്കെന്നുള്ള കഥകളൊക്കെ ഞാൻ പല സ്ഥലങ്ങളും കേട്ടിട്ടുണ്ട്. അതങ്ങ് കോയിൻസിഡന്റ്ലി വന്നു പോയതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 50-50 ലക്കി ഗസ്. ഇനി ഗർഭിണിയായി കഴിയുമ്പോഴത്തെ ആദ്യത്തെ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഉള്ളിലെ കുട്ടി ഇത്രയേ ഉള്ളൂ, ഒരു പീനട്ടിൻ്റെ അത്രയും, ആ കുട്ടിക്ക് വേണ്ടി താൻ 2 പേരുടെ ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ലെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ശരിക്കും ഈ 2 പേർക്കുള്ളതിന് കഴിക്കണം എന്ന് പറയുന്നതിന് പിന്നിലെ കാര്യം എന്താണ്? 2 പേർക്ക് വേണ്ടി കഴിക്കണം. 2 പേരുണ്ടല്ലോ, ഒരാളുണ്ടല്ലോ വയറ്റിൽ, 2 പേർക്ക് വേണ്ടി കഴിക്കാം, പക്ഷെ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണ്ട. ഓക്കെ, വേണ്ടിയും ഉള്ളതും തമ്മിലുള്ള വ്യത്യാസമാണ്. ആക്ച്വലി ബാലൻസ്ഡ് ഡയറ്റാണ് നമുക്ക് വേണ്ടേ. കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ഫാറ്റും ഒക്കെ ചേർന്നൊരു ബാലൻസ്ഡ് ഡയറ്റാണ് വേണ്ടുള്ളത്. അല്ലാതെ 2 പേർക്കുള്ളതൊന്നും കഴിക്കണ്ട. ഇടവിട്ട് കുറേശ്ശെ കഴിക്കുക എന്നുള്ളത് പ്രഗ്നൻസിൽ ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഒരു സിമ്പിൾ ഒരു ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ 2 ദോശ കഴിക്കുന്നെങ്കിൽ 1 ദോശ ഒരു 6:30 ആകുമ്പോൾ കഴിക്കാം, 8 മണിയാകുമ്പോൾ 1 ദോശ കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റഡ്. ഇത് കഴിക്കണ്ട, ഇതെന്താ ക്വാണ്ടിറ്റി കൂട്ടണ്ട, എന്താണോ എപ്പോഴും കഴിക്കുന്നത് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിക്കാം. 11 മണിയാകുമ്പോഴത്തേനും ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാം. ഉച്ചയ്ക്ക് അതുപോലെ ലഞ്ച് കഴിക്കാം. ലഞ്ചിനാണെങ്കിൽ ഒരു പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞാൽ 1/4 റൈസ്, 1/4 ഇറച്ചി, മീൻ, മുട്ട, ഹാഫും ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ഒരു 4 മണിയാകുമ്പോഴത്തേക്കിനും പയറ് പുഴുങ്ങിയതോ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാം, മുട്ടയോ അങ്ങനെ എന്തെങ്കിലും. ഏർലി ഡിന്നർ. പിന്നെ അത് കഴിയുമ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ റാഗി കാച്ചി കുടിക്കുക, ഓട്സ് കാച്ചി കുടിച്ച് ലൈറ്റായിട്ട് എന്തെങ്കിലും കൂടെ കഴിക്കാം. അപ്പൊ നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ തന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ആക്ച്വലി നമുക്ക് പ്രഗ്നൻസിയിൽ ഓവർ ന്യൂട്രീഷൻ ഒരു മേജർ കൺസേൺ ആണ് ഇന്നത്തെ കാലത്ത്. കാരണം കുട്ടികളുടെ വലിപ്പം കൂടുന്നതനുസരിച്ച് പ്രസവം നോർമൽ ആവാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സ്ത്രീയുടെ ഒരു ബോഡി ബിൽഡ്, ഒരു ആവറേജ് ഒരു ഇന്ത്യൻ ലേഡിക്ക് ഒരു 2.5-3 കിലോ ഉള്ള കുഞ്ഞ് സുഖമായിട്ട് പ്രസവിക്കാം. പക്ഷെ കൊച്ചിന് 3-4 കിലോ ആണെങ്കിൽ പ്രസവം നടക്കത്തില്ല. സിസേറിൻ്റെ പ്രധാന കാര്യം കുഞ്ഞുങ്ങളുടെ വലിപ്പം കൂടുന്നതുകൊണ്ടാണ്. പിന്നെ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, ഓവർ ഈറ്റിംഗ് പ്ലസ് ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. ഇഷ്ടംപോലെ കഴിക്കുക, ഒന്നും പണി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി യു വിൽ പുട്ട് ഓൺ വെയിറ്റ്. പിന്നെ അത് ബേബീനെ മാത്രമല്ല നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട്. സ്ത്രീക്ക് വെയിറ്റ് ഒത്തിരി കൂടുമ്പം അതിൻ്റെതായ അസുഖങ്ങളും, ഷുഗർ, ഡയബറ്റീസ്, ഹൈ ബ്ലഡ് പ്രഷർ, പ്രഗ്നൻസി, വേറെ അസുഖങ്ങളൊക്കെ വരാം. പ്രസവം കഴിഞ്ഞാൽ ഇതേ വണ്ണം നമ്മൾ കുറയ്ക്കണമല്ലോ പിന്നെ. അപ്പം അതെല്ലാം ഒരു ബുദ്ധിമുട്ടായി മാറും. ഈ ചബ്ബി ബേബി, ചബ്ബി മദർ എന്ന് പറയുമ്പോൾ ഹെൽത്തി പ്രഗ്നൻസി എന്നുള്ള കോൺസെപ്റ്റ് ആക്ച്വലി ഒരു 1 ജനറേഷൻ മുന്നേ നോക്കിയാൽ ഇപ്പം അതിന്റെ എഫക്റ്റ് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 30 വയസ്സ് 40 വയസ്സിലൊക്കെ ഇപ്പൊ ഷുഗറും പ്രഷറും ഒന്നും ഒരു വലിയ കാര്യം ഇല്ലാണ്ടായിരിക്കുകയാണ്. ഒരു 2 ജനറേഷൻ മുന്നേ ആലോചിച്ച് നോക്കിയാൽ. സോ പണ്ട് ആളുകൾ കഴിക്കുമായിരുന്നു, പക്ഷെ അതുപോലെ അധ്വാനിക്കുമായിരുന്നു, നടക്കുമായിരുന്നു. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണമെങ്കിൽ പോലും വാട്സ്ആപ്പ്, ഐ മീൻ യു ഹാവ് ഓർഡറിങ്, വി മേ നോട്ട്. അപ്പം ഭക്ഷണം അതേപോലെ നിന്നു ഓർ കൂടി, പക്ഷെ മൂവ്മെന്റ് അതിൽ നിന്ന് കുറഞ്ഞു. സോ അതിന്റെ എക്സ്ട്രാ യൂട്രൈൻ ഫുള്ള് ബേബിനെ കോഡ് എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് ഒരു തീരുമാനമായി, പ്രോട്ടീൻ റിച്ചും ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കാൻ മനസ്സിലായി. അപ്പോൾ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. പക്ഷേ അവിടെയും എൻ്റെ സംശയം വേറെ ഉണ്ട്. സോ ഡോക്ടർ, നമ്മൾ ഈ ഫുഡ് വളരെ നോർമലായിട്ടുള്ള ഒരു സ്ത്രീ, വോമിറ്റിങ് പ്രശ്നങ്ങളില്ല, ഗ്യാസും പ്രശ്നങ്ങളില്ല, കൊതിയാവണു, അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ആദ്യം ഒരു ദോശ, രണ്ടാമത്തെ ഒരു ദോശ, റാഗിയൊക്കെ കഴിക്കാം. ചില ഗതികെട്ടവരുണ്ട്, ആദ്യം കഴിക്കുന്ന ദോശ 2ാമത്തെ ദോശയ്ക്ക് മുന്നേ തന്നെ തിരിച്ച് അവർ വോമിറ്റ് ചെയ്യും. അത് കഴിഞ്ഞും ഭയങ്കര ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളെല്ലാമാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഫുഡ് എങ്ങനെയായിരിക്കും? ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വോമിറ്റിംഗ് പ്രശ്നങ്ങളായിരുന്നു. സോ അമ്മ പറഞ്ഞു 4:30 എഴുന്നേറ്റിട്ട് ഒരു ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കുമായിരുന്നു. അത് കഴിച്ചാൽ ആ ഒരു ഏത്തപ്പഴം എങ്കിലും അവിടെ കിടക്കുമല്ലോ എന്നുള്ളൊരു ചിന്ത. പക്ഷെ പിന്നെ എന്ത് കഴിച്ചാലും വോമിറ്റിംഗ് ആയിരുന്നു. പറഞ്ഞു ആ ഏത്തപ്പഴത്തിലാന്ന് തോന്നുന്നു എൻ്റെ അനിയൻ്റെ ആ സമയം മുഴുവൻ അങ്ങനെയായിരുന്നു അമ്മ കഴിച്ചുകൊണ്ടിരുന്ന പലതും. സോ ഇങ്ങനെ ഈ ഗ്യാസും വോമിറ്റിങ്ങും അങ്ങനെയൊക്കെ പ്രശ്നമുള്ള ആളുകൾക്ക് പറ്റുന്ന ഒരു കുറച്ച് ഫുഡ് എന്തായിരിക്കും, കുറച്ച് അങ്ങനത്തെ കാര്യങ്ങൾ എന്തായിരിക്കും? ഇതൊരു ലോട്ട് ഓഫ് കുറേ കാര്യങ്ങളുള്ള ഒരു കണ്ടീഷനാണിത്. ഈ ഒരു പ്രഗ്നൻസിയിലെ ആദ്യത്തെ കുറച്ച് മാസങ്ങളിലെ ഛർദ്ദൽ അത് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും, കുറേയൊക്കെ നമുക്ക് അതിലൂടെ പോകേണ്ടി വരും. ഒരു മാക്സിമം ദ സ്റ്റാർട്ടിങ് ഓഫ് പ്രഗ്നൻസി ഒരു 14 ആഴ്ച വരെയാണ് ഇത് യൂഷ്വലി കൺട്രോൾ ചെയ്യേണ്ടി വരിക. ഇതിപ്പോൾ അമ്മ പറഞ്ഞതുപോലെ തന്നെ ആ രാവിലത്തെ പഴം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്നൊരു കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ക്രൂഷ്യലായിട്ട് ഈ സമയത്ത് വേണ്ടത് ഹൈഡ്രേഷൻ ആണ്. ബിക്കോസ് മാം പറഞ്ഞ പോലെ തന്നെ ബേബി ആ സമയത്ത് അങ്ങനെ വലിയ ഒരുപാട് വളരുന്ന ഒരു ഫേസോ കാര്യങ്ങളോ അല്ല. നമുക്ക് ബേബിക്ക് ആവശ്യമുള്ള ഒരു ന്യൂട്രിയൻസ് അവിടെ എത്താൻ പറ്റുക. ഇപ്പൊ പറഞ്ഞ പോലെ ആ ഒരു പഴം, കുറച്ച് ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ മേ ബി ഒരു മുട്ട, അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം കഴിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് ആവശ്യത്തിന് ഹൈഡ്രേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ് ആണെങ്കിൽ ഷുഡ് ബി ഓക്കെ. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, നമ്മുടെ കയ്യിൽ ഒരുപാട് പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള മരുന്നുകളും ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും ഉണ്ട്. സോ അങ്ങനെ ഒരാൾ അങ്ങനെ ഒന്നും കഴിക്കാണ്ട് സഫറായി ഇതാവേണ്ട സ്റ്റേറ്റേ അല്ല.
എന്ന് വെച്ചാൽ എല്ലാ മൈൽഡ് നോസയ്ക്കും മരുന്ന് ആവശ്യമുണ്ടെന്നും അല്ല. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫിസിക്കലി ആക്റ്റീവ് ആയാലും ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് ഇത് കൺട്രോൾ ആകും. നമ്മൾ ഈ കുട്ടിക്ക് ശബ്ദമാണ്, അനക്കല്ലേ, ആളിരിക്കുക, ബിക്കോസ് ഇതിന് എന്തായാലും ഒരു സൈക്കോളജിക്കൽ കമ്പോണൻറ്റും ഉണ്ട്. സോ പറ്റുന്ന പോലെ ആ ഒരു ഹെൽത്തി ആയിട്ട് ക്വാളിറ്റി ആയിട്ടുള്ള വെരി വെരി ന്യൂട്രീഷൻ ആയിട്ടുള്ള കുറച്ചാണെങ്കിൽ പോലും അത് കഴിക്കുക. ഹൈഡ്രേഷൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുക. ഒരുപാട് കഴിച്ചില്ല, ഇതേ പറഞ്ഞ പോലെ 2 പേർക്കുള്ള കഴിക്കാൻ പറ്റണേ ഇല്ല, അങ്ങനത്തെ ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണം. ബിക്കോസ് ഫസ്റ്റ് ഫോം ആ ഒരു 3 months ടൈമിൽ ബേബി ഈസ് ഗ്രോയിങ് സ്ട്രക്ചറലി. സോ ആവശ്യത്തിനുള്ള ആ ഒരു പ്രോട്ടീനും ആ ഒരു ന്യൂട്രിയൻസും കിട്ടുകയാണെങ്കിൽ ബേബി ഷുഡ് ബി ഓക്കെ. ഒരു 24-28 ഒക്കെ കഴിയുമ്പോഴാണ് ശരിക്കും ബേബി ആ ഒരു സൈസ് വൈസ് ഗ്രോ ചെയ്യുന്നത്. നമുക്ക് ആ കാലറി ഇൻടേക്ക് അധികം ആക്കേണ്ടത്. ആ സമയമാകുമ്പോഴത്തേക്കും യൂഷ്വലി ഇത് നന്നായി സെറ്റിൽ ആകും. എക്സ്ട്രാ ഒരു 300 to 500 calories മതി ത്രൂ പെർ ഡേ. ഈ ഫസ്റ്റ് പാർട്ട് ഓഫ് പ്രഗ്നൻസി, ഈ ഫസ്റ്റ് 14 weeks ആക്ച്വലി ഇഫ് ദ വുമൻ ഈസ് ലൂസിങ് അപ് ടു 5 kg, 5 കിലോ വരെ തൂക്കം കുറഞ്ഞാലും പ്രഗ്നൻസിക്ക് ഒരു കുഴപ്പമുണ്ടാകും. പലർക്കും ഒരു പേടിയുണ്ട്, എൻ്റെ വെയിറ്റ് കുറയുന്നുണ്ട് കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം വരും, അങ്ങനത്തെ ഒന്നും പ്രോബ്ലംസ് ഉണ്ടാകത്തില്ല. പിന്നെ ഐ ടോട്ടലി അഗ്രി വിത്ത് ഫിസിക്കൽ ആക്ടിവിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഡു വാട്ട് എവർ യു ആർ ഡൂയിങ് നോർമലി. കാരണം നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം കണ്ടിന്യൂ ചെയ്താൽ വോമിറ്റിംഗ് വിൽ ബി മച്ച് ലെസ്. സോ ഡോണ്ട് മേക്ക് ദാറ്റ് പേഴ്സൺ ഒരു ഹോസ്പിറ്റലൈസ് പോലെ വീട്ടിൽ കിടക്കുക, എപ്പോൾ നോക്കിയാലും കിടക്കുക. അതൊന്നും മാറ്റിയിട്ട് ഒന്ന് ആക്റ്റീവായി കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നം മാറും. ചിലർക്ക് പിന്നെ സാധാരണ വെള്ളം കുടിക്കാൻ പാടുണ്ടായിരിക്കും, അപ്പം ഫ്ലേവേർഡ് വാട്ടർ, ജീരക വെള്ളം, അങ്ങനെ ഫ്ലേവേർഡ് ഞാനങ്ങ് പ്രതീക്ഷിച്ചു ജീരകവെള്ളം. പക്ഷേ എല്ലാവരുടെയും കറക്റ്റ് വിൽ ബി ഡിഫറെൻറ്റ്. അത് നമുക്ക് കുറച്ചൊരു ട്രയൽ ആൻഡ് എററിലേ മനസ്സിലാവുള്ളൂ ഏതാ നമുക്ക് സൂട്ട് ചെയ്യും. ചിലർക്ക് ഡ്രൈ ഫുഡ്സ് ആയിരിക്കും ബെറ്റർ വരുന്നത്. പക്ഷേ ഇറ്റ്സ് ഓൾവേസ് വൺ തിങ്, സ്മോൾ ക്വാണ്ടിറ്റീസ് മൾട്ടിപ്പിൾ ടൈംസ്. വെള്ളം വന്നതിൽ വേണമെങ്കിൽ 1 tablespoon 2 tablespoon കുടിച്ചാലും കുറച്ചായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക. ഡോണ്ട് ട്രൈ ടു എല്ലാം ഒരുമിച്ച് ചേർക്കാൻ നോക്കരുത്. എൻ്റെ മൊത്തം മിക്സ് മാറിക്കൊണ്ടിരിക്കും. ഞാൻ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതും ഞാൻ ചെയ്തില്ല, എനിക്ക് പറ്റൂലായിരുന്നു പല പ്രശ്നങ്ങൾ കൊണ്ട്. പക്ഷെ പലരും എനിക്ക് വളരെ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ ഡ്രൈ ആയിട്ട് എന്തെങ്കിലും കഴിക്കുന്നത് വോമിറ്റിംഗ് കുറയ്ക്കും. വളരെ സയന്റിഫിക് ആയിട്ടാണ് അമ്മ പറഞ്ഞു തന്നത്. അതെ അമ്മ, പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത്രയും സയന്റിഫിക് ആയിട്ട് അമ്മ പറഞ്ഞത്. പിന്നെ എല്ലാവരും ഒരു ടൈം കാണും, ചിലർക്ക് മോർണിംഗ് ആയിരിക്കും പ്രോബ്ലം, ചിലർക്ക് ഈവനിങ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് പ്രശ്നമില്ലാത്ത സമയത്ത് പറ്റുന്ന രീതിയിൽ കുറച്ചൊന്ന് കഴിച്ചാൽ ദാറ്റ് വിൽ ക്യാരി ഓഫ് ഫോർവേഡ് ഫോർ ദ നെക്സ്റ്റ് 24 hours. പിന്നെ ഈ ഡോക്ടറോട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ വർക്കൗട്ടിൻ്റെ എക്സസൈസിൻ്റെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പം കൊച്ചി ഭാഗത്താണ് എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ആദ്യമായിട്ട് ഞാൻ ഈ പ്രഗ്നൻസിയുടെ ഞാനൊരു വാക്കവിടെ കേൾക്കുന്നത്, മോള് സുഖമില്ലാണ്ടിരിക്കുക എന്ന് വീട്ടിലെ സഹായത്തിന് വരേണ്ട ചേച്ചി പറഞ്ഞു. മോള് സുഖമില്ലാണ്ടിരിക്കുക എന്ന് വെച്ചാൽ എന്നാ പറ്റി, ഹോസ്പിറ്റലിൽ കാണിച്ചോ? സുഖമില്ലാണ്ടിരിക്കുക എന്ന് ചിരിച്ചൊരമ്മ പറഞ്ഞാൽ ഞെട്ടിപ്പോയി. സുഖമില്ലാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പ്രഗ്നൻ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ എന്നോട് എൻ്റെ മദറിലോ പറഞ്ഞു, അല്ല അനു പ്രഗ്നൻ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു അതെന്താ സുഖമില്ല എന്ന് പറഞ്ഞ്, സുഖമില്ലല്ലോ. നമ്മുടെ മനസ്സിലേക്ക് തന്നെ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സുഖമില്ല എന്നൊരു ചിന്തയാണ് വരുന്നത്. അപ്പം എനിക്കതുമായിട്ട് ഡോക്ടർ പറഞ്ഞ് നമ്മൾ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് എനിക്കത് ഭയങ്കരമായിട്ട് ഇങ്ങനെയാണോ എന്നൊരു സംശയം വരിക. കാരണം ഇപ്പോൾ നമ്മൾ സിനിമകൾ കാണുവാണെങ്കിലും ചുറ്റി കാണുവാണെങ്കിലും ഫുൾ ബെഡ് റെസ്റ്റ് എടുക്കുന്നു, കിടക്കുന്നു, ബാക്കിയുള്ളവർ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നു, രാവിലെ മുതൽ നമ്മുടെ പിന്നാലെ ആൾക്കാർ നടക്കുന്നു. എൻ്റെ ഒന്നും ആവശ്യമില്ലല്ലേ? ഒന്നും ആവശ്യമില്ല. ആക്ച്വലി പണ്ടും പലയിടത്തും ഈ പ്രഗ്നൻസിനെ അസുഖമൊന്നും വിളിക്കാറുണ്ട്. അതൊരു കോമൺ ആയിട്ടുള്ള ഒരു ടേം ആയിരുന്നു 2 ജനറേഷൻ മുമ്പൊക്കെ. ഇപ്പോഴാണ് ഈ പ്രഗ്നൻസി എന്നൊക്കെയുള്ള ടേം കുറച്ചുകൂടി ഒരു കോമൺ ആയിട്ട് വന്നേക്കുന്നത്. പലർക്കും ഒരു ഫസ്റ്റ് 3 months ഒരു പേടി എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്താൽ മിസ്കാരേജ് ആവും എന്നൊരു പേടിയുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു സർട്ടൺ നമ്പർ ഓഫ് പീപ്പിൾ വിൽ ഹാവ് എ മിസ്കാരേജ്. അത് ഏജ് ഡിപ്പെൻഡൻ്റ് ആണ്. സപ്പോസ് യു ആർ 30 years old, ഒരു 20% പീപ്പിൾ വിൽ ഹാവ് എ മിസ്കാരേജ്. ആൻഡ് ഇതിനകത്തൊരു 99% കേസസിൽ പ്രഗ്നൻസി ഉണ്ടാവുമ്പം പ്രഗ്നൻസി ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഉണ്ടാകുന്ന മിസ്കാരേജ് ആണ്. സോ ഇറ്റ്സ് എ വെരി കോമൺ ഇവൻറ്റ്. അപ്പോൾ അങ്ങനെ നടക്കുമ്പം പലരും വിചാരിക്കുന്നത് നമ്മളൊന്നും ചെയ്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നടന്നുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓടാൻ പോയ കൊണ്ടായിരിക്കും ഇതായിരിക്കുന്നത്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ദാറ്റ്. അത് പ്രഗ്നൻസി ഉണ്ടാകുമ്പോഴുള്ള ഒരു പ്രോബ്ലം കാരണം. അത് പ്രിവെൻറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ആൻഡ് അതൊരു വേ ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് പ്രഗ്നൻസീസ് വിച്ച് ആർ നോട്ട് ഹെൽത്തി. പറഞ്ഞാൽ കേടായ പ്രഗ്നൻസീസ് തന്നെ പോകുന്നതിൻ്റെയാണ്. അപ്പോൾ ഇത്രയും കോമൺ ആയിട്ട് ഒരു ഇവൻറ്റ് നടക്കും, പലർക്കും പേടി. അത് മെജോറിറ്റി ഉണ്ടാകുന്ന ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് 3 months ഉണ്ടാകുന്നത്. അപ്പം ഇത്രയും ഒരു കോമൺ ഇവൻറ്റ് എല്ലാവരും വിചാരിക്കുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ടാണ്. നമ്മൾ റെസ്റ്റ് എടുത്ത് അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതങ്ങനെയൊന്നുമല്ല. പ്രഗ്നൻസി ഹെൽത്തി ആണെങ്കിൽ നമ്മൾ എത്ര ചാടിയാലും, പലരുണ്ട് പ്രഗ്നൻസി വേണ്ട, അങ്ങനെ കുറച്ച് ഓട്ടോയിൽ നമുക്ക് ഗട്ടറുള്ള റോഡിൽ പോയാൽ പോകുന്നൊരു പ്രതീക്ഷയിലൊക്കെ പോകും. പക്ഷെ നടക്കത്തില്ല. അത്രയും നാളെ നമ്മൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നോ മാരത്തൺ റണ്ണേഴ്സ് ഉണ്ട്. പറഞ്ഞാൽ പ്രഗ്നൻസിക്ക് മാരത്തൺ ഓടുന്ന, പ്രഗ്നൻസി സമയത്ത് ഓടുന്നവരുണ്ട്. ഒരു കുഴപ്പമുണ്ടാകത്തില്ല. പക്ഷെ പുതുതായിട്ടൊന്നും അപ്പം പുതുതായിട്ട് പറഞ്ഞാൽ ബോഡി കണ്ടീഷൻ്റെ ഉള്ള ആളായിട്ട് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന അതേ പ്രഗ്നന്റ് അറിഞ്ഞ് അന്ന് മാരത്തൺ തുടങ്ങണ്ട, അതുവരെ മാരത്തൺ ആണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. അതുപോലെ പ്രഗ്നൻസിയുടെ സമയത്ത് ഇപ്പം കാപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു കാപ്പി. പക്ഷെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ നിമിഷം വീട്ടിൽ നിന്ന് പറഞ്ഞു കാപ്പി കംപ്ലീറ്റ് ഓഫ്. എനിക്ക് സങ്കടമായി. പിന്നെ ഞാൻ 9 മാസവും കാപ്പി കുടിച്ചിട്ടില്ല. എന്താണ് ഈ ഗർഭിണിയാവുന്ന സമയത്ത് കാപ്പി കുടിക്കാൻ പാടില്ല, അങ്ങനെയുണ്ടോ? ആക്ച്വലി മാക്സിമം 2 cups per day വരെ കുടിക്കാം. അത്ര ഞാൻ കുടിക്കുള്ളായിരുന്നു. അപ്പോൾ പറ്റുമായിരുന്നത്. ഇതിനകത്ത് വേറെ ഒരു കൺസേൺ പറഞ്ഞാൽ കാഫീൻ, ദാറ്റ് മീൻസ് ടീ, കോഫി, ഇതൊക്കെ കുറച്ചൊരു അസിഡിറ്റി ഉണ്ടാക്കും ചില ആൾക്കാർക്ക്.
പ്രഗ്നൻസിയിൽ ഓൾറെഡി കുറച്ച് വോമിറ്റിംഗ് അസിഡിറ്റി ഉള്ള സമയത്ത് ഇത് കഴിക്കുമ്പോൾ ചിലപ്പോൾ അത് വേഴ്സൺ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ വളരെ ഹൈ ഡോസ് കഫീൻ, ഇപ്പോൾ 8-10 ഗ്ലാസ് കാഫിയൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് മൈറ്റ് ഹാവ് എൻ എഫക്ട് ഓൺ ദ പ്രഗ്നൻസി. പക്ഷേ നമ്മൾ സാധാരണ കുടിക്കുന്നത് ഇപ്പോൾ രാവിലെ ഒന്ന് വൈകിട്ടൊന്ന്, അതുകൊണ്ടൊന്നും ചായ കാപ്പി കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. ഈ കുറേ റൂൾസും ഗൈഡ് ലൈൻസും കുറേ കൂടെ വെസ്റ്റേൺ പോപ്പുലേഷൻ ലൈഫ് സ്റ്റൈൽ വെച്ചും മെയ്ഡാണ്. ഈ അവിടെയൊക്കെ കോഫി കുടിക്കുമ്പോൾ യു ആർ ടോക്കിംഗ് അബൌട്ട് സ്ട്രോങ് എക്സ്പ്രസ്സോ, അപ്പം ഈ ക്വാണ്ടിറ്റി ഓഫ് കെഫീൻ ഇൻടേക്ക് ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ടാണ് ഈ കോഫീനെ ഇത്രയും ഒരു ഇതിന്റെ പേര് ഇങ്ങനെ മോശമാക്കിയിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ കാപ്പി വളരെ ലൈറ്റ് ആണ്. ഇറ്റ്സ് മോർ ഓഫ് മിൽക്ക് ബേസ്ഡ് കോഫി, പാലാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഒരു കോഫി കുടിച്ചുകൊണ്ടൊന്നും പറ്റില്ല. പക്ഷെ ഒരു ക്രോണിക് ഇത്രയും ഹൈ ഡോസിൽ വരുമ്പോൾ ചിലവർ എന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ വേറെ ഭക്ഷണവും കുറയും ആളുകളുടെ. അപ്പം അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് IUGR ഗ്രോത്ത് ഡെഫിഷ്യൻസി വരാം. അപ്പൊ കോഫി കാരണമാണ് ഇത് വന്നു എന്നൊരിത് വന്നു. സോ ഒരു ലോങ് ടേം എഫക്ട് എന്നേ ഉള്ളൂ. പക്ഷെ അല്ലാണ്ട് ഒരു കോഫി ഡെയിലി കുടിച്ചതുകൊണ്ട് ഒന്നും പറ്റാൻ നഷ്ടമായി ചിന്തിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ആൽക്കഹോൾ ഇപ്പം പ്രഗ്നൻസി സമയത്ത് അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്ത് ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യുന്നത് പറയുന്നത് ശരിയല്ലേ? ആൽക്കഹോൾ വളരെ അത് മെഡിക്കലി ഒരു പ്രൂവൺ സാധനം തന്നെയാണ്. ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ തന്നെയുണ്ട്, വേറെ കുട്ടിക്ക് ഒരുപാട് വൈകല്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ആൽക്കഹോൾ ഇസ് എ കംപ്ലീറ്റ് നോ സീറോ ഇൻ പ്രഗ്നൻസി, ത്രൂ ഔട്ട് പ്രഗ്നൻസി, ഐഡിയലി ഡ്യൂറിങ് ബ്രസ്റ്റ് ഫീഡിങ് ഓൾസോ. ഈവൻ ദോ ഈ പാൽ കൊടുക്കുന്ന സമയത്ത് ഇത്രയും ആൽക്കഹോൾ കഴിച്ചിട്ട് ഇത്ര സമയം കഴിഞ്ഞ് പാൽ കൊടുക്കാന്നൊക്കെ ഉണ്ട്. ബട്ട് ഐഡിയലി ഇതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉള്ള സാധനമല്ല. There are studies which say that it can cause kuttike side effects during pregnancy, especially definitely after also. So it is absolutely important to completely avoid ചെയ്യാന്നുള്ളത്. And also smoking and all sort of recreational drugs. No doubt about that. ചോദിക്കാൻ വരുന്നത് ശരി, സ്മോക്കിംഗ് ആണെങ്കിലോ അപ്പൊ അത് ഓൾസോ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിങ്ങിനും അതിന്റെ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് വളരെ അധികം ഉണ്ട്. സോ ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ് ആസ് എ ഫാമിലി നമ്മളൊരു നല്ല ലൈഫ് സ്റ്റൈലിലോട്ട് മൂവ് ചെറിയ ചെയ്യണം. പ്രഗ്നൻസിയാണ്. അപ്പോൾ ആ ചെറിയ പ്രഗ്നൻസിക്ക് ഇത്രയും ഹൈ ക്വാണ്ടിറ്റി വരുമ്പോഴത്തേക്ക് ഇറ്റ് ഡസ് മേക്ക് എ മേജർ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ പാസീവ് സ്മോക്കിങ്ങും അവോയ്ഡ് ചെയ്യേണ്ടതാകുന്നു. ഇനി അടുത്ത സംശയം, പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടായ വലിയൊരു പ്രശ്നം കമന്നായിരുന്നു. ഞാൻ അതൊരു കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. പ്രഗ്നൻസി തുടങ്ങി അന്ന് ഡോക്ടർ എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞു, കമന്ന് കിടന്നിട്ട് ഇനി ഉറങ്ങാൻ പാടില്ല, അതായത് ഇനി കുട്ടി ഉണ്ടാവണവരെ കമന്ന് കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയ ഒരു സ്ത്രീ കമന്ന് കിടക്കാൻ പാടില്ല എന്നുണ്ടോ? വയറ് വലുതാവുന്നിടം വരെ എങ്ങനെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. 28 വീക്സ് ഒക്കെ ആവുന്നിടം വരെ എങ്ങനെ വേണമെങ്കിലും കിടക്കാം. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ, അതിനുശേഷം നമ്മൾ കിടങ്ങാൻ പറ്റത്തില്ല. 28 വീക്സിന് ശേഷം നമ്മളൊരു ലെഫ്റ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുന്ന ഏറ്റവും നല്ലത്. ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിൽ കിടക്കുന്നത് നല്ലത്. അതല്ലെങ്കിൽ റൈറ്റിൽ കിടക്കാം, നേരെയും കുറച്ച് നേരമൊക്കെ കിടക്കാം. അതിന് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ലെഫ്റ്റിൽ കിടക്കാൻ പറയുന്ന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ യൂട്രസിൻ്റെ പ്രഷർ കാരണം മെയിൻ ബ്ലഡ് വെസൽസിനെ കംപ്രസ് ചെയ്ത് യൂട്രസിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയാനും കുഞ്ഞിന് ഗ്രോത്ത് കുറയാനും കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നേരെ ഒത്തിരി നേരം കിടക്കല്ലേ. അത് നല്ല വലിയ യൂട്രസ് ആയിട്ടേ ഉള്ളൂ. ഒരു 36 വീക്സ് ഒക്കെ ആകുമ്പോഴത്തേനും നല്ല ഡിസ്റ്റൻഡ് അബ്ഡോമൻ ആകുമ്പോഴേ ആ ഒരു ഇഷ്യൂ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ലെഫ്റ്റ് സൈഡിലോട്ട് ചെറിഞ്ഞ് കിടക്കണം എന്ന് പറയുന്നത്. പണ്ടേ ചോദിക്കേണ്ട ഒരുപാട് ചോദ്യം കൊച്ചൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ചോദിക്കണം, ഇനിയുള്ളവർക്കെങ്കിലും ഉപകാരമാവട്ടെ. അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം, സീ ഫുഡ് കഴിക്കാൻ പാടില്ല ഗർഭിണികൾ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? നമ്മളിപ്പം കേരളത്തിൽ കഴിക്കുന്ന ഒരു മെജോറിറ്റി സീ ഫുഡിന് പ്രത്യേകിച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഒന്നുമില്ല. പറഞ്ഞാൽ കഴിച്ചാൽ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഇൻഫാക്ട് സീ ഫുഡിൽ ഒത്തിരി അയഡിൻ, മിനറൽസ്, ചെറിയ മീനൊക്കെ കഴിക്കുന്നുണ്ട് ഒത്തിരി കാൽഷ്യം കിട്ടും. മുള്ളോട് കഴിക്കുന്ന മീൻസൊക്കെ വളരെ റിച്ച് ഇൻ കാൽഷ്യമാണ്. പിന്നെ നമുക്ക് ഈ omega-3 ഫാറ്റി ആസിഡ്സ് പറഞ്ഞാൽ ബേബിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സാധനം നമ്മൾ സാധാരണ മത്തി അയിലൊക്കെ ഒത്തിരി കിട്ടാറുണ്ട്. അപ്പോൾ മീനൊക്കെ കഴിക്കുന്ന ആക്ച്വലി പ്രഗ്നൻസിയിൽ വളരെ ന്യൂട്രീഷ്യസ് ആണ്. ഒരു ചെറിയ കൺസേൺ ഉള്ള നമുക്ക് വലിയ ഫിഷസ് ഒക്കെ ഉണ്ട്, ട്യൂണ, കേര, പിന്നെ ഷാർക്ക്, ഇതൊക്കെ ഒത്തിരി വർഷങ്ങൾ ഗ്രോ ചെയ്തിട്ടാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഫിഷസിന് ചിലപ്പം ഹെവി മെറ്റൽ പോയ്സണിങ് ഉള്ള ഒരു പോയ്സണിങ് ചാൻസ് ഉണ്ട്. അതും പക്ഷേ ഇറ്റ്സ് നോട്ട് വെരി കോമൺ, കാരണം നമ്മൾ അങ്ങനത്തെ മീനൊക്കെ ഒത്തിരി കഴിക്കാറില്ല. ഇപ്പോൾ സ്രാവൊക്കെ കഴിക്കുന്നത് വളരെ റെയറായിട്ടൊക്കെ ഉള്ളൂ. പിന്നെ സാധാരണ നമ്മൾ നോർമൽ കഴിക്കുന്ന ഫിഷസ് മാത്രമല്ല മറ്റേ സീ ഫുഡ്സും പ്രോൺസ്, ഷ്രിംസ്, അതൊക്കെ എല്ലാം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവോയ്ഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വലിയ ഫിഷസ് മാത്രം അവോയ്ഡ് ചെയ്താൽ മതി. സാധാരണ കഴിക്കുന്ന മീനൊക്കെ എല്ലാം കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ കുക്ക്ഡ് ആയിട്ട് വേണം കഴിക്കാൻ. ഇപ്പോഴത്തെ ഒരു ന്യൂ ഫുഡ് ഫാറ്റ് സൂഷീസ് ആർ എ ബിഗ് പ്രോബ്ലം. ഈ മെർക്കുറി കണ്ടന്റ് ഡെഫിനറ്റ്ലി ഹൈ, ബിക്കോസ് സൂഷിയിൽ കൂടുതലും ഉപയോഗിക്കുന്നത് ട്യൂണയാണ്. ക്യാൻഡ് ഫിഷ് ഒബ്വിയസ്ലി ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. ഈ സൂഷിയുടെ ഒക്കെ പ്രശ്നം നമ്മുടെ നാട്ടിൽ അത്രയ്ക്കൊരു സൂഷി ഒരു ഉണ്ടാക്കുന്ന സ്റ്റോർ ചെയ്യുന്നത് എക്സ്പെർട്ട് ആയിട്ടുള്ള സെന്റേഴ്സ് ഇല്ല. അങ്ങനത്തെ സെന്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ റോ ഫിഷ് സ്റ്റോറേജ് ഇസ് നോട്ട് വെരി റിലയബിൾ. അത്രയ്ക്കും സ്പെസിഫിക് ആയിട്ടുള്ള ടെമ്പറേച്ചർ സ്പെസിഫിക്കേഷൻസ് വേണം ഇത് സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ തന്നെ അതിൽ ബാക്ടീരിയ കയറാൻ ചാൻസ് ഉണ്ട്. ആൻഡ് പ്രഗ്നൻസി യു പ്രോൺ ഫോർ ഇങ്ങനത്തെ കാര്യങ്ങൾ. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ റോ ഫിഷ്, റോ മീറ്റ് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് സേഫറാണ്. ഇനി അടുത്തത് യാത്ര.
ഇപ്പം ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ചേച്ചി, അപ്പോൾ ചേച്ചിക്ക് ഒരു 2-3 മിസ്കാരേജ് കഴിഞ്ഞിട്ട് 3ാമത്തെ പ്രഗ്നൻസി വന്നു. 5th മന്തിന് അടുത്ത് 4th മന്തോ മറ്റോ ആയപ്പോൾ അവർ UK നാട്ടിലേക്ക് വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഈ 5th മന്ത് ആയപ്പോഴത്തേനും മിസ്കാരേജ് ആയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ട്രാവൽ ചെയ്യാൻ പാടില്ലായിരുന്നു, എന്ത് കാര്യത്തിലാണ് ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വന്നത്, ട്രാവൽ ചെയ്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ശരിക്കും പിന്നെ ഇപ്പോൾ 7th മന്ത് തൊട്ട് എയർലൈൻസ് പലതും ട്രാവൽ ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെയുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ഗർഭിണിക്ക് ഏതൊക്കെ സമയത്ത് ഈ പ്രഗ്നൻസി ടൈമിൽ ട്രാവൽ ചെയ്യാം, സേഫായിട്ട് ഉള്ള ട്രാവലിങ്? ആക്ച്വലി സെർവൈക്കൽ ലെങ്ത് സ്കാൻ ചെയ്ത് സെർവൈക്കൽ ലെങ്ത് ഒക്കെ നോർമൽ ആയിട്ടുള്ളത്, ഗർഭാശയ മുഖത്തിൻ്റെ വലിപ്പം നോർമലായിട്ടുള്ള ഒരാളാണ്, വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത, വേറെ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാത്ത പ്രഗ്നൻസി എപ്പോൾ വേണമെങ്കിലും എയർ ട്രാവൽ ചെയ്യാം, അതിന് പ്രശ്നമില്ല. പിന്നെ 37 വീക്സ് കഴിഞ്ഞാൽ സമ്മതിക്കാത്തത് അവിടെ വെച്ച് എയർലൈനിൽ വെച്ച് തന്നെ ഡെലിവറി ആയി പോകുമെന്നുള്ളൊരു പേടി ഉള്ളത് കൊണ്ടാണ് 37 വീക്സിന് ശേഷം സമ്മതിക്കാത്തത്. അല്ലാതെ ഒരു ഹെൽത്തി പ്രഗ്നൻസി എപ്പോൾ വേണമെങ്കിലും എയർ ട്രാവൽ ചെയ്യാം. പക്ഷേ അതിന് മുന്നേ സെർവൈക്കൽ ലെങ്ത് ഒന്ന് ചെയ്ത് നോക്കിയിരിക്കണം. ഒരു ചെറിയ കാര്യം നോട്ട് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ പറഞ്ഞ പോലെ അബ്രോഡിൽ നിന്നൊക്കെ വരികയാണ്, ലോങ് ഡ്യൂറേഷൻ ഓഫ് ഫ്ലൈറ്റ്, ലേറ്റ് മോർ ദൻ 4 hours, ലേറ്റ് ഇൻ പ്രഗ്നൻസി ഒക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് നേരം തൂക്കിയിട്ടിരിക്കുകയാണ്. പ്രഗ്നൻസിയിൽ നാച്ചുറലി തന്നെ നമ്മുടെ ബ്ലഡ് കുറച്ച് തിക്കൻഡ് ആവും, ക്ലോട്ട് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ കാലിലൊക്കെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ടെൻഡൻസി കൂടുതലാണ്. സോ അങ്ങനെ ഒരു ലോങ് ഡ്യൂറേഷൻ ട്രാവൽ വരികയാണെങ്കിൽ യൂസ് കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഓർ മേക്ക് ഷുവർ നമ്മൾ ഫ്ലൈറ്റിൽ നടക്കുക, കാലനക്കിക്കൊണ്ടിരിക്കുക. ജസ്റ്റ് എ പോയിന്റ് ഫോർ ലോങ് ഡ്യൂറേഷൻസ് ഓൺലി. ഒരു ഷോർട്ട് ട്രാവലിന് മോർ ദൻ 4 hours, ഒരു ഷോർട്ട് ട്രാവലിന് ഇറ്റ് ഡസന്റ് എഫക്ട് അറ്റ് ഓൾ. ഇപ്പോൾ ഫസ്റ്റ് 3 months ട്രാവൽ ചെയ്യണോണ്ട് പ്രശ്നമില്ല? ഇല്ല ഒന്നുമില്ല. ഈ ലാസ്റ്റിലും വൈ ദേ അവോയ്ഡിങ് ഈസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹെഡേക്ക് ടു ദ എയർലൈൻ. നമുക്ക് ഫിസിക്കലി പ്രഗ്നൻസിയിൽ ഒന്നും പ്രശ്നം ഉണ്ടാവത്തില്ല. ഫസ്റ്റ് 3 months ഒരു യൂറോപ്യൻ ട്രിപ്പ് വന്ന് വീട്ടിൽ പോയി, എന്നെ മാത്രം കൊണ്ടുപോയില്ല. കാരണം ഗർഭിണി ആയിരിക്കണം ഒരാൾ കൂടി യാത്രയുണ്ടാകുന്നു. ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഡോക്ടർമാർ പറഞ്ഞത് വെച്ചിട്ട്. പിന്നെ ട്രാവൽ ചെയ്യുമ്പം ശ്രദ്ധിക്കാനുള്ള കാര്യം പറഞ്ഞാൽ പ്രഗ്നൻസി ഇസ് എ സ്റ്റേറ്റ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലൈസേഷൻ വരാൻ ചാൻസസ് ഉണ്ട്. സോ ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. അല്ല, പ്രിപ്പയർഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ക്യാരി യുവർ മെഡിക്കൽ റെക്കോർഡ്സ് വിത്ത് യു, ടോക്ക് ടു യുവർ ഡോക്ടർ ബിഫോർ യു ട്രാവൽ. പിന്നെ നമ്മൾ ഓൾറെഡി അൺവെൽ ആണെങ്കിൽ, ദാറ്റ് മീൻസ് ഇപ്പോൾ സപ്പോസ് ഒത്തിരി വോമിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമുക്കൊരു യാത്ര എന്തിനൊരു സന്തോഷത്തിന് വേണ്ടി, ഒരു സുഖത്തിന് വേണ്ടിയാണ്. നമുക്ക് അങ്ങനെ യാത്രയ്ക്ക് മുമ്പേ അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ പിന്നെ യാത്ര ചെയ്തിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്ന ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് പോകാൻ പ്രശ്നമൊന്നുമില്ല. പല പേഷ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്, നമ്മൾ എല്ലാവരോടും പോകാൻ തന്നെയാണ് പറയുന്നത്. കാരണം ഈ ഫ്രീഡം ചിലപ്പം പ്രസവം കഴിഞ്ഞിട്ട് കുറേ അല്ലെങ്കിൽ വയറിനകത്ത് കിടക്കുമ്പോൾ സുഖം, പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകാം, ഫുഡെല്ലാം നമ്മൾ കഴിച്ചോളും, പിന്നെ നമ്മളായിട്ട് നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട. പക്ഷേ എന്തായാലും യൂറോപ്യൻ ട്രിപ്പ് ഇല്ലാണ്ടായല്ലോ. അന്ന് ഡോക്ടറോട് ഞാൻ ചോദിച്ചില്ല, വീട്ടിൽ മാത്രമേ ചോദിച്ചുള്ളൂ. ഇനി ഈ പ്രഗ്നൻസി സമയത്ത് ഹെയർ കളർ ചെയ്യാൻ പാടില്ല, ഹെയർ ഡൈ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഐഡിയലി പ്രഗ്നൻസിയിൽ ഈ എനി കെമിക്കൽ കോമ്പണൻറ്റ് നമുക്ക് അതിൻ്റെ എക്സാക്ട് കോമ്പോസിഷൻ്റെയോ അതിൻ്റെ ഡീറ്റെയിൽസോ അറിയാത്ത സാധനത്തിൻ്റെ അടുത്തോട്ട് കോൺടാക്ട് വരാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. അത് ഹെയർ കളർ ആയിക്കോട്ടെ, പെർഫ്യൂം ആയിക്കോട്ടെ, ഈവൻ യോ ഷാംപൂവോ കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ കെമിക്കൽ കണ്ടൻറ്റിലോട്ട് ഇത്തിരി ശ്രദ്ധ കൊടുത്തിട്ട് യൂസ് ചെയ്യുക. ഇപ്പം ഡെഫിനറ്റ്ലി പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള ഷാംപൂകളോ കണ്ടീഷണറോ വരുന്നുണ്ട്. പക്ഷേ ഹെയർ കളറുകൾ ഇപ്പോഴും സ്ട്രോങ് കെമിക്കൽസ് ആണ്, ബിക്കോസ് അത് കുറേ കാലം നിൽക്കേണ്ടതാണ്. പ്ലസ് ഇറ്റ് കംസ് ഇൻ കോൺടാക്ട് വിത്ത് യുവർ ഹെയർ, മുടിയിലോട്ട്. അതിന് ഡെഫിനറ്റ്ലി പെർഫ്യൂമിങ് ഏജൻസ് ഉണ്ട്, സ്കാൽപ്പിലോട്ട്. ഇതിനൊക്കെ കുറേ ബോഡി അബ്സോർപ്ഷൻ ഉണ്ട്. ഈ സത്യം പറഞ്ഞാൽ ഇത് ഫുള്ളി സ്റ്റഡീഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ടെസ്റ്റ് ആൻഡ് ട്രയൽ ചെയ്ത് നോക്കേണ്ടത് ഇസ് എ റിസ്കി കാര്യം. സോ അവോയ്ഡ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി സേഫർ. അതുപോലെ തന്നെ ഹോട്ട് ടബ്സ്, സോന, അങ്ങനത്തെയൊക്കെ പ്രഗ്നൻസി ടൈമിൽ അവോയ്ഡ് ചെയ്യണം എന്നുണ്ടോ? എക്സ്ട്രീം ഹൈ ഹീറ്റ് മൈറ്റ് ബി അൺകംഫർട്ടബിൾ ഡ്യൂറിങ് പ്രഗ്നൻസി. അതുകൊണ്ട് പ്രഗ്നൻസിക്ക് ഒരു ദോഷം വരാനുള്ള ചാൻസ് കുറവ്. പക്ഷേ യു മൈറ്റ് നോട്ട് ബി വെരി കംഫർട്ടബിൾ ഇൻ പ്രഗ്നൻസി ചില ആൾക്കാർക്ക്. ഇഫ് യു ആർ നോട്ട് വെരി വെൽ ഡ്യൂറിങ് യുവർ പ്രഗ്നൻസി, ചിലപ്പോൾ അത്ര ഹീറ്റ് ചിലപ്പം മൈറ്റ് ബി എ പ്രോബ്ലം. അപ്പം ഡു വാട്ട് യു ആർ കംഫർട്ടബിൾ വിത്ത്, അതാണ് ഇതിൻ്റെ ഒരു പ്ലെയിൻ ആൻഡ് സിമ്പിൾ ആൻസർ. പക്ഷേ അന്ന് വരെ സോനയിലിരുന്നതാണെങ്കിലും പ്രഗ്നൻസി വരുമ്പോൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത്. പിന്നെ ഡോക്ടർ എപ്പോഴും ചർച്ചയിൽ വരുന്നൊരു കാര്യമാണ്, സോ വെൻ യു ആർ പ്രഗ്നൻറ്റ്, ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പ് പിന്നെ അത് ഏത് മാസം തൊട്ട് ഏത് മാസം വരെ വരാം? വെൻ യു ആർ പ്രഗ്നൻറ്റ് ക്യാൻ യു ഹാവ് സെക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഏത് സമയത്താവാം, ഏത് സമയം വരെ? ഇസ് ഇറ്റ് സേഫ് ടു ഹാവ് സെക്സ് ഡ്യൂറിങ് പ്രഗ്നൻസി? അത് കുട്ടിയെ അഫക്റ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യം. I think the first question is, are you comfortable with having sex during pregnancy? പലപ്പോഴും എന്നോട് ചോദിക്കുന്ന ഹസ്ബൻഡ്സ് ആണ്, is it okay to have sex? പക്ഷേ many times the wives are not ready for it. കാരണം they are very scared, or they are not very comfortable, or they might not be actually enjoying sex during pregnancy. So ആ ഒരു ക്വസ്റ്റൻ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ മറ്റേ സ്റ്റെപ്പിലോട്ട് പോകരുത്. So that is something you should definitely ask, do you really want to have it? If you are fine, there should not be any contraindication to having sexual intercourse during pregnancy, except ചില കണ്ടീഷനുകൾ. ഒന്ന്, പ്രഗ്നൻസിയിൽ സ്കാനിനകത്ത് പ്ലസൻ്റ താഴെയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു അവോയ്ഡ്, കാരണം ഇറ്റ് മൈറ്റ് പ്രൊവോക്ക് ബ്ലീഡിങ്.
ഓൾറെഡി ഒരു പ്രഗ്നൻസിയിൽ പ്രോബ്ലം കാണുന്നുണ്ട്, സപ്പോസ് യൂട്രസിൻ്റെ ലെങ്ത് കുറവാണ്, സെർവിക്സിൻ്റെ ലെങ്ത് കുറവാണ്, അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് റിസ്ക് ഉണ്ട് വേർ ഡെലിവറി ക്യാൻ ഹാപ്പൻ ഏർലി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ട് വിച്ച് സ്പെസിഫിക്കലി യു ക്യാൻ ആസ്ക് എ ഡോക്ടർ. പക്ഷേ പ്രഗ്നൻസി പ്രത്യേകിച്ച് കുഴപ്പമില്ല, ബോത്ത് ഓഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് ഹാവിങ് സെക്സ്, ഇറ്റ് ഷുഡ് നോട്ട് ബി എ പ്രോബ്ലം. ടിൽ ദ ലാസ്റ്റ് മന്ത് ഡെഫിനറ്റ്ലി. ഓ ഇറ്റ് വുഡൻറ്റ് അഫക്ട് ദ ബേബി അറ്റ് ഓൾ? നോ. ഓക്കെ. ഇപ്പം കുട്ടി കൺസീവ് ആവുന്ന, ഞാൻ മാമിൻ്റെ അടുത്ത് ആദ്യം ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു കുട്ടിയെ കൺസീവ് ചെയ്യുന്ന ഒരു സമയത്തിന് മുന്നേ തന്നെ പലരും നമ്മളോട് പറയാറുണ്ട് പ്രിപ്പറേഷൻസ് ഒരുപാട് വേണം ഗർഭധാരണത്തിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടി ഉണ്ടാവുന്നതിന് മുന്നേ ഇന്ന ടെസ്റ്റുകൾ എടുക്കണം, ഭാര്യയും ഭർത്താവും അങ്ങനത്തെ ടെസ്റ്റുകൾ എടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും ഒരു ഹെൽത്തി ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ കുട്ടി ആവാൻ ശ്രമിക്കുന്നതിന് മുന്നേ തന്നെ എടുക്കേണ്ട ടെസ്റ്റുകളുണ്ടോ? ടെസ്റ്റുകൾ ആക്ച്വലി ഒരു 1 ഇയർ നിങ്ങൾ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്തിട്ടും ഇല്ലെങ്കിൽ മാത്രം മതി ശരിക്കും ഒന്ന് ഇൻഫെർട്ടിലിറ്റി വർക്കപ്പ് ഒക്കെ ചെയ്യേണ്ട ആവശ്യം. എങ്കിലും ബേസിക്കായിട്ടൊരു തൈറോയിഡ്, ഷുഗർ, വൈറ്റമിൻ ഡി, ബേസിക്കായിട്ട് അങ്ങനത്തെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാം. പിന്നെ ഫോളിക് ആസിഡ് പ്രീ കൺസെപ്ഷനിൽ എടുക്കണം. അറ്റ്ലീസ്റ്റ് 3 മാസം മുന്നേ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിൻ്റെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ തുടങ്ങി തന്നെ നമുക്ക് ഫോളിക് ആസിഡ് കഴിക്കണം. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രഗ്നൻസി ആവുന്നെന്ന് അറിയുന്നതിന് മുന്നേ, എപ്പോഴാണ് ലാസ്റ്റ് പീരീഡായി 1 മാസം പീരീഡ് മിസ്സാവുമ്പോഴല്ലേ നമ്മൾ പ്രഗ്നൻസി ആവുന്നെന്ന് അറിയുന്നത്. അതിന് മുന്നേ തന്നെ ന്യൂറൽ ട്യൂബ്സ് ഫോം ചെയ്യും. ന്യൂറൽ ട്യൂബ്സ് ഫോം ചെയ്യുന്ന ആ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോളിക് ആസിഡ് കഴിക്കുന്നത്. ഓക്കെ, 21 to 29th ഡേയിലാണ് ന്യൂറൽ ട്യൂബ് ഫോം ചെയ്ത് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും 30 days കഴിയുമ്പോഴാണ് നമ്മൾ പ്രഗ്നൻസി ആണെന്ന് അറിയുന്നത്. അതിന് മുന്നേ തന്നെ ഈ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് എന്തെങ്കിലും ഉണ്ടാവുമെങ്കിൽ അത് ഉണ്ടാവും. അതിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഫോളിക് ആസിഡ് എടുക്കുന്നത്. സോ ഫോളിക് ആസിഡ് കഴിക്കണം പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ. ഇനി ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് പറഞ്ഞാൽ വെൻ വി ലുക്കിംഗ് അറ്റ് എനി റാൻഡം പേഴ്സൺ ട്രൈങ് ഫോർ പ്രഗ്നൻസി. പക്ഷേ പല ആൾക്കാർക്ക് ബാക്ക്ഗ്രൗണ്ട് റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ടെസ്റ്റൊക്കെ നോക്കാൻ ആവശ്യം വരും. ഫോർ എക്സാമ്പിൾ ഇഫ് എ വുമൻ ഇസ് മോർ ദാൻ 35, ഫാമിലിയിൽ ഒരു മെഡിക്കൽ പ്രോബ്ലംസ് ഹിസ്റ്ററി ഉണ്ട്, ഫാമിലിയിൽ പലർക്കും അബോർഷൻ ആവോ അല്ലെങ്കിൽ ഒരു ബൈ ബർത്ത് ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ചില കേസസിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാൻ ആവശ്യം വരും.